ഹായ് ഓൾ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ കാലമായി നമ്മൾ ഇങ്ങനെ നേരിട്ട് വന്ന് വീഡിയോയിൽ സംസാരിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നോട്, ഇപ്പോൾ മോട്ടിവേഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലേ? ആദ്യമൊക്കെ കുറേ മോട്ടിവേഷൻ PSCയുടെ മോട്ടിവേഷനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ മോട്ടിവേഷനൊന്നും ചെയ്യാറില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ പൊതുവായിട്ടിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുങ്ങി, എന്നോട് എല്ലാവരും പറയും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല റെഡിയാക്കി നമ്മളും അത്യാവശ്യം നന്നായി ഒരുങ്ങിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വേണം വീഡിയോ ചെയ്യാൻ, എന്നാലേ നമുക്ക് വ്യൂസ് കിട്ടൂ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ സാധാരണ നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് റെഡിയായി ഒന്നൊരു വീഡിയോ ചെയ്യുക, അത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അല്ലാതെ ചെയ്യുമ്പോൾ ഒരു സുഖമില്ല എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മടിയിൽ ചിലപ്പോൾ ചെയ്യാൻ മടിക്കാറുണ്ട്. പിന്നെ സമയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സമയത്തിൻ്റെ പ്രശ്നവും ഒക്കെ കാരണമാണ് നേരിട്ട് വന്ന് ഒരു വീഡിയോ ചെയ്യാൻ മടിക്കുന്നത്. പിന്നെ നമുക്ക് ചാനലിൽ വ്യൂ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിനെ ഒരു വരുമാന മാർഗമായി കണ്ട് വീഡിയോ ചെയ്യുക, അങ്ങനെയൊന്നും ഒരു ഉദ്ദേശം സത്യം പറഞ്ഞാൽ എനിക്കില്ല. കാരണം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് ഒരുങ്ങി നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ ഭംഗിയാക്കി വ്യൂസ് കിട്ടാൻ വേണ്ടി ഒരുപാട് ഒരുങ്ങി വീഡിയോ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ക്ലാസ്സുകളിലൂടെ അത് കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ആത്മസംതൃപ്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ പല വീഡിയോസും ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മുടെ മോട്ടിവേഷൻ കേട്ട്, അതിപ്പോൾ ഒരാളായാലും രണ്ടാളായാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടൊരു മോട്ടിവേഷൻ തോന്നി അതിലേക്ക് പഠിക്കാനും ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ, അതിൽ അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു ആത്മസംതൃപ്തിയാണ് നമുക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഒരു എന്താ പറയുക, നല്ല ക്ലാരിറ്റി, നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ രീതിയിൽ അങ്ങനെയൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഞാൻ എൻ്റെ പല വീഡിയോസും ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ, PSCയുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ LDCയുടെ ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ SCERT ന്യൂ SCERT പാഠഭാഗം അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും PSCക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളായി PSC പഠിക്കുന്നു പക്ഷേ കിട്ടുന്നില്ല, ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്ത് അതിൽ PSC എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏത് ഏരിയക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ SCERT പാഠപുസ്തകങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുവിധം പുസ്തകങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ പുസ്തകങ്ങളും പുതിയ പുസ്തകങ്ങളും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ആ രീതിയിലാണ് PSC ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അതെല്ലാം മനസ്സിലാക്കി PSCയുടെ ഇതിനു മുൻപ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി അതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് PSCയിൽ വിജയിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളിതിനു മുൻപ് പഠിച്ച അതേ മെത്തേഡ് തന്നെ ഞാൻ പിന്തുടരൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എത്തിച്ചേരാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. എല്ലാവരും PSCയുടെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കുന്നവരാണ്. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്കറിയാം അതിൽ SCERT പാഠപുസ്തകങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ന്യൂ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വെറും റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിക്കാതെ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഈ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, ഓരോ ദിവസവും ഞാൻ കൂടുതൽ പഠിക്കും, ഈ പറയുന്ന സിലബസിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു തീർക്കാൻ നമ്മളൊരു വ്യഗ്രത കാണിക്കാറാണ് എപ്പോഴും സംഭവിക്കുന്നത്. സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം. പക്ഷേ നമ്മൾ അതിനോടൊപ്പം തന്നെ റിവിഷൻ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര തവണ വേണമെങ്കിലും, ഒരു തവണ റിവിഷൻ ചെയ്തു അല്ലെങ്കിൽ 2 തവണ റിവിഷൻ ചെയ്തു എന്ന് വെച്ച് ബുക്ക് മാറ്റി വെക്കുകയല്ല വേണ്ടത്. എത്രത്തോളം റിവിഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അതേ രീതിയിലായിരിക്കും നിങ്ങളുടെ വിജയം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മാത്രമല്ല, എപ്പോഴും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കുക. PSC കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സാം ആയിക്കോട്ടെ, എത്ര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. കിട്ടുമെന്ന് തന്നെ വിശ്വസിച്ച്
മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ളൂ. അപ്പോൾ ഇതെല്ലാം അതേപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ തന്നെ പറ്റുന്ന സമയത്ത് പറ്റുന്നത്ര ടൈം എടുത്ത് നിങ്ങൾ പഠിക്കുക. ഒപ്പം തന്നെ റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഇനി കൂടുതലായിട്ട് SCERT പാഠഭാഗങ്ങൾ, അതും ന്യൂ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിട്ടുള്ള പാഠഭാഗങ്ങളായിരിക്കും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോസ് കാണാൻ മറക്കരുത്. ഡ്രീം ഷുവർ PSC എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. LDCക്കും മറ്റു പല എക്സാമിനും തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്